നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിയാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കുറച്ച് ഭൂമി നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ എത്ര മാസമായി ശ്രീയേ? 7 മാസത്തോളമായി നമ്മൾ വാങ്ങിച്ചിട്ടത്. പനി മാറിയിട്ട് തൊണ്ട അങ്ങോട്ട് ശബ്ദം അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പറമ്പാണ്, ഇരിഞ്ഞാലക്കുടയാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു സാധനം നമ്മുടെ കൈ കിട്ടി അതിനെ വൃത്തിയായിട്ടും വെട്ടുപ്പായിട്ടും ഞാൻ വരുമ്പോൾ വന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു പറമ്പ് കാണാട്ടോ. നല്ല ഭംഗിയുള്ള പറമ്പായിരുന്നു. അതിപ്പോൾ നോക്കാതെ ഇങ്ങനെ കാടൊക്കെ കയറി അതിൻ്റേതായ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ വൃത്തിയാക്കണം. എനിക്ക് തോന്നുന്നു ജനുവരിയിലോ ഫെബ്രുവരിക്കുള്ളിൽ എന്തായാലും ഞാനിത് വൃത്തിയാക്കിയിട്ട് ഒരു കോമ്പൗണ്ട് പോലെ കെട്ടി വെക്കണം. നമ്മളിപ്പോൾ കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ എന്തായാലും പറയുക കറണ്ടിൻ്റെ തന്നെയല്ലേ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, പെർമിഷനൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒരു സംഭവം എടുത്തു വെച്ച് പിന്നെ നമ്മൾ പണി നിർത്തി, ചെയ്തില്ല, വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഒന്നും കൂടെ ചെയ്യണം. പിന്നെ 7 മാസത്തോളമായി നമ്മളിത് വാങ്ങിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു വരുന്ന സമയത്ത് കേട്ടോ. കാരണം ഒരു ആളും ബഹളവും ലഹളയൊന്നും ഇല്ല. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ക സെറ്റ് ചെയ്യണേലും ഇരിഞ്ഞാലക്കുടയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ച് വീട് എന്ന് പറയുമ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കാം, അത്യാവശ്യം പ്രൈവസി കിട്ടും. അറ്റ് ദ സെയിം ടൈം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര കലപില ബഹളം ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥലം നോക്കി വന്നപ്പോഴാണ് കിട്ടിയത്. ഇതെവിടെ കറക്റ്റ് സ്ഥലം? കോമ്പാറ ആ ഒരു സ്ഥലത്താണ് കേട്ടോ, ഇരിഞ്ഞാലക്കുട കോമ്പാറ ആ ഒരു സ്ഥലത്താണ് വീട്. ഇതിൻ്റെ പുറകിട് വന്നേ എനിക്കിത് പറ്റി വീടല്ല പറമ്പ് ഇടുക അവിടെ നിൽക്കല്ലേ നീ ഒരുമാതിരി. അതെൻ്റെ കുറ്റാണോ? കുളിക്കാതെയും നനയ്ക്കാതെയും പ്രസൻറ്റബിളായി അല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് എൻ്റെ തെറ്റല്ല, തൻ്റെ തെറ്റാണ്. ആ ഒരു അധ്യാപകരല്ലോ അതൊക്കെ ചെയ്തുകൂടെ നേരത്തെ കാലത്തും. ഇതിൻ്റെ പുറകിൽ ഇതെന്താ സാധനം? മടയല്ലോ, എന്താ പറയുന്നത്? മടയാണ്. അപ്പോൾ ഇത് പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. കാരണം ഇത് എപ്പോഴെങ്കിലും എടുത്തു പോയാൽ നമ്മളിവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പക്ഷെ ഇത് പൊളിക്കില്ലെങ്കിലും ഭംഗിയാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ കാണാനൊക്കെ. പിന്നെ മുകളിലൊരു തല പോയ 2 തെങ്ങ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ടെൻഷനുണ്ട് വീട് പണി കഴിയുമ്പോഴത്തേനും മുകളിൽ ഇടിഞ്ഞു വീഴുന്നത്. അപ്പോൾ അതൊക്കെ ശരിയാക്കി തരുമായിരിക്കും അവർ, നമുക്കറിയില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വീട് ചിലപ്പോൾ മേ ബി വെക്കും. ഇല്ലെങ്കിൽ നമ്മൾ വാത്സല്യത്തിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ ഞാൻ ഇതിനൊരു എന്താ പറയുക വളക്കൂറുള്ള മണ്ണെങ്കിലാക്കി എടുക്കും, അത് ഉറപ്പാണ്. വെറുതെ കളയില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയല്ലേ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് സ്ഥലം പേടിക്കാനായിട്ട് കുറച്ച് റീസൺസ് ഉണ്ട്. അത് എൻ്റെ മനസ്സിലൊരു വിത്തിട്ട് തന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീയാണ്. എൻ്റെ ലൈഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ശ്രീ മേടിക്കാൻ പറയുമ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ശ്രീയോട് ദേഷ്യമാണ് വന്നത് കേട്ടോ, ഉള്ള കാര്യം അല്ലേ. മുട്ടനടിയായിരുന്നു. കാരണം നമ്മൾ അവിടെ ഒരു വീടൊക്കെ പണിത് കഴിഞ്ഞ് ഉള്ളത് പറയണേ, അവിടെ ഒരു വീടൊക്കെ പണിത് കഴിഞ്ഞ് നമ്മളത് കയറി താമസിച്ച് 2 മാസം ആകുമ്പോഴത്തേനും നമുക്ക് വേറെ സ്ഥലം വാങ്ങിക്കണം മോളുടെ പേരിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കൊണ്ടൊന്നും ഇല്ല, അത് സ്ഥലം വാങ്ങിക്കണ കാര്യമില്ല, എന്തിനി വേറെ വീട്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു 7 മാസത്തിനുള്ളിൽ തന്നെ ശരിക്കും ഞാൻ പഠിച്ചു. നമ്മൾ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും 1 സെൻറ്റെങ്കിലും നമ്മുടെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും നമുക്കൊരു ഹോൾഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നമുക്കൊന്നും പേടിക്കണ്ട. അപ്പോൾ മക്കൾ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ അങ്ങനെ ചെയ്യാനും തന്നെ പാടില്ല. കാരണം അവരെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കണം, അവർക്ക് ജോലി വേണം. നമ്മളവരെ ഡ്രീംസ് കൊടുത്ത് വളർത്തണം. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ മാർക്ക് മേടിക്കണം, നല്ല ജോലി വേണം, നല്ല സ്ഥാനം വേണം, നല്ല സ്റ്റാറ്റസ് വേണം ഒക്കെ പറഞ്ഞു വിട്ട് നടക്കാം. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ അസ്വസ്ഥത നടക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് വയ്യാണ്ടാവും, ശ്രീക്ക് വയ്യാണ്ടാവും, ചിലപ്പോൾ നോക്കാൻ ആരും ഉണ്ടായിരുന്നൊന്നും വരില്ല, ചിലപ്പോൾ മക്കളുണ്ടാവാം. പക്ഷെ നമ്മളവരെ എക്സ്പെക്റ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ ചിലപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം, നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. എത്ര വയസ്സ് വരെ ജീവിക്കുന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ സമയം ആകുമ്പോഴത്തേനും വേണമെങ്കിൽ ആ വീട് മക്കൾക്കോ ആയാലും നമുക്കൊരു ചെറിയൊരു കൂട് എന്നുള്ള നിലയ്ക്ക്. വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ വയസ്സായിട്ടുള്ള ആൾക്ക് അച്ഛനമ്മമാരായാലും ആരായാലും അവരെപ്പോഴും മക്കളുടെ കൂടെ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥ വരും സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ കയ്യിൽ എന്തുണ്ടോ അതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ മക്കൾ, ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാ മക്കളും വിദേശത്താണ്, എല്ലാവരും വിദേശത്താണ്. അവനവന് വയസ്സാകുമ്പോൾ വയ്യായികയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവനവൻ്റെ പേരിലൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയും ധൈര്യമായിട്ട് ജീവിക്കാം, ആരെയും ഡിപ്പെൻഡ് ചെയ്യണം മാത്രം അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട.
അതാണ് ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ മാത്രമല്ല അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ എവിടെയും പോകാൻ പോകും, നമ്മൾ വീട് വയ്ക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നോക്കിയാൽ മതി. സൂര്യപ്പ ഒന്നും നമ്മൾ ഇവിടെ തന്നെയാണോ ഫ്യൂച്ചർ, എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഞാൻ പുറത്തേക്ക് പോകാൻ പോകണേ ഇല്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് പോയി വരുന്ന ആഗ്രഹം ഉണ്ടെന്ന് മാത്രമല്ല, അതെ അവിടെ സെറ്റിലാവാനൊന്നും പോകണില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ബെറ്റർ ഓപ്ഷൻ എൻ്റെ നാട്ടിൽ എൻ്റെ തൃശ്ശൂർ തന്നെ ഇരിഞ്ഞാലക്കുടയാണ്. കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട ഒക്കെ ഗ്യാപ്പ് ഇട്ടാലും കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ തന്നെയാണ്. പക്ക തൃശ്ശൂർക്ക് പോകാനും പറ്റില്ല, കാരണം അവിടെ നിന്ന് എല്ലാവരും അമ്മയൊക്കെ ഇങ്ങോട്ട് പോന്നു, എൻ്റെ അടുത്തേക്ക് പോന്നു, പിന്നെ ആരും ഇല്ല അവിടെ. പക്ഷെ എന്നാലും ആ ബെൽറ്റ് വിടാനും പറ്റില്ല. അപ്പോൾ നടുക്ക് ഒരു സിറ്റി എന്ന് വെച്ചാൽ സിറ്റി തന്നെയാണ്. നമുക്ക് കുറച്ച് പ്ലാൻസ് 1 കിലോമീറ്റർ അപ്പുറം സിറ്റിയാണ്. മുന്നെടുത്ത് പോയതാണ്. അപ്പോൾ ഇവിടെ വീടുകൾ അപ്പുറത്ത് ഓരോന്നായിട്ട് വരുന്നുള്ളൂ, വഴി മറ്റു കാര്യങ്ങൾ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് തന്നെ ഒരു വളരെ കൂളാണ്, ശബ്ദങ്ങളൊന്നുമില്ല, കിളികളുടെ സൗണ്ടുകളും ഇത് മാത്രമേ ഉള്ളൂ, സൈലൻ്റാണ്. വെട്ടുകല്ലാണ് വെട്ടുകല്ല്. അമ്മ വന്നപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വെട്ടുകല്ല്, കല്ല് നല്ല വെള്ളമായിരിക്കും ഇത്, പക്ഷെ കുറേ താത്തേണ്ടി വരും അല്ലേ ഇല്ലേ. അപ്പുറത്ത് കിണറുണ്ട് ഇല്ലേ, പക്ഷെ എന്നാലും അത് കുറേ താഴ്ചയിലാണ്, നല്ലോണം താഴ്ചയിലാണ് വെള്ളം കിടക്കണേ. പക്ഷെ നല്ല വെട്ടുകല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും അടിയിലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പുള്ള മണ്ണാണ്. പിന്നെന്താ വെച്ചാൽ വന്ന് നോക്കുമ്പോൾ ഇഷ്ടപ്പെടാൻ കാരണം നിരപ്പ് ഭൂമിയാണ്. ഈ കുണ്ടും കുഴിയും സംഭവങ്ങളും ഒന്നും ഇല്ലാണ്ട് വളരെ നീറ്റായിട്ട് കിടക്കുക പറമ്പ്. ഇപ്പം കാണുമ്പോൾ വിഷമം കേട്ടോ, നോക്കാണ്ട് ഇങ്ങനെ വൃത്തികേടാക്കി ഇട്ടപ്പോൾ എനിക്കൊരു അസ്വസ്ഥത. ശരിയാവും. ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും നമ്മളത് ശരിയാക്കും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ കുഞ്ഞു വ്ളോഗെന്ന് പറയണത്. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഞാനെല്ലാ കുട്ടികളോടത്തും പെൺകുട്ടികളുടെ അടുത്തും പറയുന്നതാണ്, എപ്പോഴും പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടി അവനവൻ്റെ കാലിൽ നിൽക്കാൻ പ്രാപ്തൻ എപ്പോഴായിരിക്കണം. എപ്പോഴും ഹസ്ബൻഡായാലും ആരായാലും അവരുടെ അടുത്ത് അത് വേണം ഇത് വേണം എന്നുള്ള ചോദിക്കുന്നൊരു ഇതുവരെ ഡിപ്പെൻഡൻസി എത്രത്തോളം കുറയുന്നു അത്രത്തോളം സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ആണുങ്ങൾക്കാവാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ആയിക്കൂടാ. അപ്പം അങ്ങനെ അപ്പം സൂര്യപ്പയ്ക്കും അമ്പാടിക്കും ഇവിടെ വീട് പണിയണം ഭയങ്കര ആഗ്രഹം. അടക്കമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, വീണ്ടും പറയണു. എന്നാലും ഞാൻ പറഞ്ഞല്ലോ കോമ്പൗണ്ട് ചെറിയ അതത്രേ ഉള്ളൂ, ഒരു കുഞ്ഞൊരു എയർലൈൻ റൂഫ് ഇവിടെ നിന്ന് തുടങ്ങി ഇത്രയും ഒരു എയർലൈൻ ഇങ്ങനെ ഒരു റൂഫ് പോലെ ഉണ്ടാവും. പിന്നെ ബെഡ്റൂമൊന്നും ഇല്ല കേട്ടോ, പ്ലാൻ അനുസരിച്ച് നമുക്ക് റൂമൊന്നും ഇല്ല, ബെഡ് സ്പേസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് അവിടെ ഇല്ല. പിന്നെ ഭംഗിയുള്ളൊരു പൂന്തോട്ടം അല്ലെങ്കിൽ കോട്ടയാട് എന്തായാലും ഭംഗിയായിരിക്കും, അത് ഉറപ്പാണ്, നിർബന്ധമാണ്. ഇത് മറ്റേ മണമുള്ള ചെടി നല്ല മണമാണ്. ഇതെന്ത് സംഭവം, എന്തെങ്കിലും പേരുണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ അതെന്താണെന്ന്. ഞാൻ എപ്പോഴും ഇതിന് പുറത്തൊക്കെ റോഡ് സൈഡിലൊക്കെ നിൽക്കണം, നല്ല മണം. എന്താ പറഞ്ഞാൽ ഫ്ലോ അങ്ങ് പോയി. പൂന്തോട്ടം എന്തെങ്കിലും ഞാൻ ചെയ്യും, എന്തെങ്കിലും ഒരു ഭംഗിയുള്ള സംഭവം അവിടെ ചെയ്തിരിക്കും ഉറപ്പാണ്. പിന്നെ ഒരു കുഞ്ഞു വീട് നിങ്ങൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, പ്ലാനൊന്നും ഞാനിപ്പോൾ കാണിച്ചു തരാത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ. അപ്പോൾ ഒരു 700-750 സ്ക്വയർ ഫീറ്റിനുള്ളിലുള്ളൊരു ചെറിയൊരു വീട്, അത്രേ ഉള്ളൂ. അയ്യോ വീണു, സാരില്ല എണീറ്റോ. ഇതിനൊക്കെ പറിക്കണേ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മറ്റേ എനിക്കാണോ പിടിച്ചു ഞാൻ കാട്ടിയാ തുമ്പിയുള്ളിൽ വെച്ചിട്ട് നീയൊക്കെ തുമ്പിയുള്ളിൽ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ വേറെ ഒന്നുമില്ല, സന്തോഷം, സമാധാനം. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് 10 പറഞ്ഞോ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷനായിരിക്കും ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷം. ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. എപ്പോഴും ചോദിച്ചു അത്രയും വലിയ വീട് വെച്ചാൽ നിങ്ങൾ കുഞ്ഞു വീട് എന്ന് പറയുമ്പോൾ നോക്കിക്കോ, ഈ വീട് പണി കഴിയുമ്പോഴത്തേനും ഏറ്റവും ചെറിയ ഈ ലൊക്കാലിറ്റിയിലാണ് ഏറ്റവും ചെറിയ കുഞ്ഞൊരു ടെൻറ്റ് ഹോം ആയിരിക്കും, ഒരു വെക്കേഷൻ ഹോം പോലെ ഒരെണ്ണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാക്കാലത്ത് കയറി കിടക്കാൻ എനിക്കൊരു ഓൾഡ് ഏജ് ഹോം ആയിരിക്കും തോന്നുന്നു മിക്കവാറും ഈ വീട്. അങ്ങനെ പണിയണമെന്നൊരു ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും സ്ഥലമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട്, ആകെ ഒരുമാതിരി പുല്ലൊക്കെ പൊളിച്ചിട്ട്. അപ്പോൾ താങ്ക് യു.